ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റോസ്മേരി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ റോസ്മേരി ഓയിലായിക്കോട്ടെ, റോസ്മേരി ടോണർ ആയിക്കോട്ടെ, ഒക്കെ അടിപൊളിയാണെന്ന് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല മുട്ടൻ പണി കിട്ടും. അപ്പോൾ നമ്മൾ നല്ലതാണെന്ന് വെച്ചിട്ട് പറ്റണേക്കാളും മുന്നേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് റോസ്മേരിയുടെ ടോണർ. അപ്പോൾ ഇപ്പം ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ബേബി ഹെയർസൊക്കെ നിറയെ വരും, മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിയിൽ വരെ മുടി വളരും എന്നാണ് പരീക്ഷണങ്ങൾ പറയണത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. ഇത് യൂസ് ചെയ്യുക എല്ലാവർക്കും അറിയാം, ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ വീക്ക്ലി യൂസ് ചെയ്യാമെന്നൊക്കെ അറിയാം. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം, അതായത് 1 വയസ്സ് കഴിഞ്ഞ തൊട്ടുള്ള ഉണ്ണികൾക്ക് തൊട്ട് വലിയ എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് റോസ്മേരി ടോണർ അല്ലെങ്കിൽ ഓയിൽ. ഓക്കെ, അതുപോലെ ഓയിൽ കാച്ചുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് നമ്മൾ തോന്നിയ അളവിൽ അങ്ങോട്ട് ഇട്ട് കാച്ചി കഴിഞ്ഞാൽ ഉള്ള മുടി കൊഴിയാനാണ് സാധ്യത. നമ്മൾ ഇത്ര വെളിച്ചെണ്ണയ്ക്ക് ഇത്ര റോസ്മേരി അല്ലെങ്കിൽ അതിലിടുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ ഒരു കണക്കുണ്ട്. അതറിയാണ്ട് നമ്മൾ ഓടിച്ചെന്ന് അങ്ങോട്ട് കുറേ വാരിയിട്ടിട്ട് ഇപ്പം മുടി വളരുന്ന വെച്ചിട്ട് കാച്ചി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടില്ല. ഇത്ര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ പല ഡൗട്ടുകളുണ്ട് ആൾക്കാർക്ക്. അതായത് ഇത് ജലദോഷം കാര്യങ്ങളും വരുമോ ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നാച്ചുറലായിട്ട് നമ്മളൊരു എന്താ പറയുക, പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഒരു സംഭവം ഫ്രിഡ്ജിൽ വെച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു 4-5 ദിവസമൊക്കെ പുറത്ത് കേടുകൂടാണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ നാര് പോലെ സംഭവങ്ങൾ വന്നു തുടങ്ങും. അത് ഇതിൻ്റെ ഒരു കറയാണ് കേട്ടോ, അല്ലാണ്ട് അത് വേറെ ഒരു ഇതുമല്ല. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതായത് പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത സംഭവം ഇങ്ങനെ ഉണ്ടാക്കുന്നത്, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തപ്പന്നെ യൂസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് തണവാറാൻ വെക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിൽക്കണത് ഇവിടെ ടാർപ്പായ കിട്ടിക്കുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഞാനിപ്പോൾ പിള്ളേരൊന്നും എണീറ്റിട്ടില്ല, കാലത്ത് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അവരെണീറ്റിക്കഴിഞ്ഞാൽ ചറ ബഹളമായിരിക്കും ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം തണവാറിയതിന് മാത്രം തണവാറി പറയുന്നതൊക്കെ തെറ്റിപ്പോവുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം തണവാറിയതിന് ശേഷം മാത്രം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കോൾഡ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്, ചിലപ്പോൾ പനി വരാം അങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് പിള്ളേരെ പറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് നെറുകിൽ കുറേ ഇങ്ങനെ വെള്ളം അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ മസാജ് ചെയ്ത് കൊടുത്ത് പോകാൻ ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി കഫക്കെട്ടും ചുമയ്ക്ക് ആ സമയത്ത് പറ്റാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിയ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്നല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോഴാണല്ലോ ഇത് പറ്റുക. അപ്പോൾ പറ്റി കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ഒരു 2-3 ദിവസം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇനി ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ നമ്മുടെ മുടി കൊഴിയാനൊക്കെ, അതായത് പൊട്ടിപ്പോവാനൊക്കെ, ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ളവരുടെ മുടി ഒന്നും കൂടിയും പൊഴിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് അപ്പം തന്നെയല്ല, നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണ ദിവസം മാത്രം ഇത് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള മുടി പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം നിങ്ങൾക്ക് 2-3 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഫംഗൽസിനെയും അതുപോലെ ബാക്ടീരിയനെയൊക്കെ കൊല്ലാനായിട്ട് ഭയങ്കര ഒരു കഴിവുണ്ട് ഇതിനും. പിന്നെ പരീക്ഷണങ്ങൾ പറയുന്നത് കഷണ്ടിയിൽ വരെ മുടി വളരാനായിട്ട് ഭയങ്കര ബെസ്റ്റാണെന്ന്. അതുപോലെ നിങ്ങൾ റോസ്മേരി ഇതുപോലെ ടോണറൊക്കെ ഉണ്ടാക്കണ ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കടകളിൽ ഓൺലൈനിന്നൊക്കെ കിട്ടും, നിങ്ങൾക്കറിയാം ഓൺലൈനിന്നൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ റോസ്മേരി പോലെ തന്നെ വേറൊരു ചെടിയുണ്ട്, അതേ സെയിം ലീഫായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെടിയുടെ ഇലയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ റോസ്മേരി വളർത്തണ ആൾക്കാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുക. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അവരെ നിന്ന് മാത്രം വാങ്ങി യൂസ് ചെയ്യുക.
ഇപ്പോൾ എന്താ പറയുക, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒറിജിനലാണോ നമുക്ക് ഒരു ഉറപ്പില്ല. കാരണം വില കുറവിനൊക്കെ 50 രൂപയ്ക്കും ഒക്കെ കിട്ടുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങാം. ഇപ്പോൾ റോസ്മേരിയുടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു തൈക്ക് ഇതിൻ്റെ പല കളറുണ്ട്. പർപ്പിൾ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു വേറെ തരം ഒരു നീലയുണ്ട്. അങ്ങനെ കുറേ കളറ് പൂവുകളുണ്ട് ഈ റോസ്മേരിക്ക്. അതിൻ്റെ പർപ്പിളാണ് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് നൽകണ ഒരു ഇതിൻ്റെ ഗണത്തിൽ പെട്ടതിൽ ഏറ്റവും ബെനിഫിറ്റ് പർപ്പിളിനാണ്. നമ്മൾ വാങ്ങിക്കുന്ന പർപ്പിളിൻ്റെ ലീഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അത് വാങ്ങുക. അതിൻ്റെ ഒരു തൈക്ക് 460 രൂപയുണ്ട്. നഴ്സറിയിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും. നമ്മൾ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുക ബെസ്റ്റായിരിക്കും കേട്ടോ. റോസ്മേരി വാട്ടർ യൂസ് ചെയ്താന്ന് മാക്സിമം ഷാമ്പു അതുപോലെ സോപ്പും ഒക്കെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓയിൽ യൂസ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ടോണർ യൂസ് ചെയ്യുക. അപ്പോൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ ഈ റോസ്മേരിയുടെ ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പും അതുപോലെ നമ്മുടെ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവാനും പിന്നെ ഒരു കളർ ചേഞ്ച് ആവാനും സാധ്യതയുണ്ട്. അതായത് ഓയിൽ യൂസ് ചെയ്യാണ്ട് ഈ ടോണർ മാത്രം യൂസ് ചെയ്യണവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം മുടിക്ക് വേറൊരു ഒരു ചെമ്പൻ കളർ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ കൊടുക്കുമ്പോൾ പറയാറുണ്ട് ആൾക്കാരുടെ അടുത്ത്, നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ആൾക്കാരുടെ അടുത്ത്, ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഓയിൽ യൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ മുടി ചെമ്പൻ കളർ ആവാനും അതുപോലെ ഡ്രൈ ആവാനും, നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, താരം വരും അല്ലേ. അപ്പോൾ താരം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. മുടിയൊക്കെ നന്നായി വളരും. മുടി വളരുന്ന 100% ഉറപ്പാണ് കേട്ടോ. അതിൽ ഒരു ഇതുമില്ല. ഞാൻ പറയുന്നതല്ല, പരീക്ഷണങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ വേണമെങ്കിലും അടിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ അത്രയ്ക്ക് ബെനിഫിറ്റുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തോന്നിയ അളവിലൊന്നും ഇതെടുത്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ടൊരു അളവ് മെഷർമെൻറ്റ് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന ഈ കുഞ്ഞു കാര്യങ്ങളാണ്, ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ റോസ്മേരി വാങ്ങുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നോക്കി വാങ്ങാൻ. കുറച്ച് റേറ്റ് കൂടിയാലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടാണ്ടിരിക്കുക. ഓൺലൈനിലൊക്കെ ഫേക്ക് സാധനങ്ങളാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ഇറങ്ങിയാലും അതിൻ്റെ ഡൂപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഓയിൽ എന്തായാലും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്തൊക്കെ നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ ഡ്രൈനെസ് ഉള്ളവരുടെ കാര്യം പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാ ഒരു സംഭവത്തിനും ഉണ്ടാവും ഒരു നെഗറ്റീവ് വശമല്ലേ. അപ്പോൾ നമ്മൾ എന്തൊരു സംഭവം യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് യൂസ് ചെയ്യുക, ഓടിച്ചാടി യൂസ് ചെയ്യാണ്ട്. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യണവരെ മാത്രം റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മുടി വളരുന്ന വെച്ചിട്ട് ഓടിച്ചെന്ന് ചാടി വാങ്ങാണ്ടിരിക്കുക. വാങ്ങണോണ്ടല്ല പറയുന്നത്, ഓയിൽ യൂസ് ചെയ്യാൻ മസ്റ്റാണ്. അല്ലെങ്കിൽ മുടി നല്ല ഡ്രൈ ആവും, താരം വരാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റെപ്പം യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ ഓയിൽ സെയിൽ ചെയ്യണ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കാം, നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ താരൻ, മുടികൊഴിച്ചിൽ, അകാലനര, അതുപോലെ നമ്മുടെ ഈ തലയിൽ ചൊറിച്ചിലുണ്ടാവും ആൾക്കാർക്ക്. താരനില്ലെങ്കിലും ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും, അത് മുടിക്ക് കറുപ്പ് കിട്ടാൻ, അങ്ങനെ എല്ലാത്തിനും മുടി സംബന്ധമായ എല്ലാ സംഭവത്തിനും ഹെയർ ഓയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക. ഓയിലിൻ്റെ റേറ്റ് വരുന്നത് 200 ml 280 രൂപയാണ്, പ്ലസ് ഷിപ്പിംഗ് ചാർജ് അടക്കം 330 വരിക. നിങ്ങൾക്കിപ്പോൾ 200 ml വേണ്ട, 1 ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും. അങ്ങനെയൊക്കെ കേട്ടോ. ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർക്ക് 1 ലിറ്റർ 1 ലിറ്ററൊക്കെ വാങ്ങിയിട്ടാണ് പോകാറ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും. അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ, ഒറിജിനൽ റോസ്മേരി ലീഫ് ഇട്ട വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് എനിക്ക് എളുപ്പത്തിന് ഓയിലിൻ്റെ ഒരു ബോട്ടിൽ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്പ്രേ ബോട്ടിൽ കേട്ടോ, അതുപോലത്തെ സ്പ്രേ ബോട്ടിലിന് 100 ml സ്പ്രേ ബോട്ടിലിന് വരുന്നത് 130 രൂപയാണ്, പ്ലസ് ഷിപ്പിംഗ് ചാർജ്. അയക്കുമ്പോൾ 50-ൻ്റെ താഴെ വരുള്ളൂ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.